ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 6 മണി മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് ഉപ്പൊക്കെ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് ഇഡ്ഡലി തട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ കടലക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ എല്ലാ മാവും ആക്കി നമുക്കിനി അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ഞാനതെല്ലാം കൊണ്ടുവച്ച് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡിയാവും. ഇതുപോലെ വെള്ളം തിളച്ചതിന് ശേഷം ഇതുപോലെ തട്ടിൽ മാവാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി ഞാൻ വെള്ളക്കടലയും ചുമന്ന കടലയും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളക്കടല കഴിക്കാത്തവരില്ല, ചുമന്ന കടല കഴിക്കാത്തവർ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇടുമ്പോൾ കഴിച്ചോളൂ. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുതിർത്ത് കഴുകി എടുത്തിട്ടുള്ളതാണ്. അത് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞളും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഈ കടലക്കറി കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഡ്ഡലിക്ക് മാത്രമല്ല, ദോശ, ചപ്പാത്തി, പുട്ട്, അപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിയും കടലക്കറിക്കുള്ള കടലയൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് കടലയ്ക്കുള്ള ഒരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് കടലയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക. ഇനി ഈ അരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ചേർക്കണ്ട. അരച്ചതും തേങ്ങയും കൂടെ ചേർത്ത കൂട്ട് 2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അത് ഇത്രയും കൂടി ഇട്ട് നല്ലതായിട്ട് തിളപ്പിക്കുക. തിളച്ച് വന്നിട്ട് നമുക്ക് ബാക്കി മസാല ചേർത്ത് കൊടുക്കുക. വളരെ സിമ്പിളല്ലേ. അപ്പോൾ കടല വേവിച്ച് അതിലേക്ക് തേങ്ങയും കടലയും വേവിച്ചതും കൂടെ അരച്ചതിട്ട് തിളപ്പിക്കാൻ വെച്ച് നമുക്ക് ഇപ്പുറത്തെ ഒരടുപ്പിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും, വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ 2 ഐറ്റം മതി. ഇനി നമ്മുടെ കടലയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കടലക്കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വേറെ മസാലയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ്, സവാള അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില എടുത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി തീയൊക്കെ ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് കേട്ടോ. നല്ല അടിപൊളി കറി. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി കേട്ടോ. അങ്ങനെ ഞാൻ മോളാണ് ഫസ്റ്റ് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ അവൾക്കുള്ള ഇഡ്ഡലിയൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഒരു ഇഡ്ഡലിയെ കഴിക്കുള്ളൂ കേട്ടോ രാവിലെ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവൾ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ മോൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ. പല്ല് മുറിഞ്ഞെന്ന് പറഞ്ഞ് വേദന. അങ്ങനെ ഞാൻ വാരി കൊടുക്കുകയാണ്. അങ്ങനെ അവനും അതൊക്കെ കഴിച്ച് പിന്നെ ഞാനാണ് അവനെ സ്കൂളിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം കേട്ടോ കവളും മുറിഞ്ഞ് നമ്മുടെ സോസ് കഴിച്ചതാണ് കേട്ടോ. ടൊമാറ്റോ സോസിൻ്റെ കവറ് പൊട്ടിച്ചതാണ്. അങ്ങനെ അവനൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ വന്ന് എൻ്റെ ഇഡ്ഡലി പാത്രം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. നമ്മളെ ഇഡ്ഡലി പാത്രം ഇതുപോലെ പുതിയതായിട്ടിരിക്കാൻ നമുക്ക് ഇഡ്ഡലിയും ഇടിയപ്പവും മാത്രം ഇതിലുണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അത് എന്നും ഉപയോഗിച്ചിട്ട് അപ്പം തന്നെ കഴുകി ഉണക്കാൻ വയ്ക്കും. വെയിലത്ത് ഉണക്കിയിട്ട് വച്ചിരുന്നാൽ നമുക്ക് എന്നും ഇതുപോലെ പുത്തൻ പോലെ കിട്ടും. അപ്പോൾ ഇതിൽ ഇലയുടെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പഴയ എൻ്റെ ഇഡ്ഡലിക്കൂട്ടം വെച്ചിട്ടുണ്ട്, അതിലാണ് എടുക്കുന്നത്. ഇതുപോലെ പുതിയതിൽ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാതിരുന്നാൽ ഇതെന്നും പുതിയതായിട്ട് തന്നെ ഇരിക്കും. എൻ്റെത് ഒത്തിരി നാളായി, പക്ഷേ ഒരു കുഴപ്പമില്ല. നമ്മളിതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കി അത് കഴുകി ഉണക്കി ഇതുപോലെ കമത്തി അങ്ങ് വെച്ചാൽ നല്ലതായിട്ടിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഞാൻ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യണം. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞാൻ ഇഡ്ഡലിയും കടലക്കറിയൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മീനുണ്ടായിരുന്നു കേട്ടോ. അയല മീൻ അത് കറി വയ്ക്കാൻ വേണ്ടി തേങ്ങയൊക്കെ അരച്ച് വച്ച്. അപ്പോൾ അത് തിളപ്പിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് ക്ലീനിങ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്ന് ഒത്തിരി ക്ലീനിങ് ഒന്നുമില്ല. നമ്മൾ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വേസ്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതെന്നും തുടച്ചിടും ഞാൻ. എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നല്ല ഈച്ച ശല്യമായിരിക്കും കേട്ടോ. അതുകൊണ്ട് അത് മസ്റ്റായിട്ട് ഞാൻ മിക്കവാറും
എന്തെങ്കിലും ഉണ്ട് ഫുഡ് വേസ്റ്റൊക്കെ അതിലുണ്ടെങ്കിൽ അത് ആദ്യമേ അങ്ങ് തുടച്ചിടാൻ നോക്കും. നമുക്കിവിടെ പശുവൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഈച്ചയൊക്കെ വരാൻ കാരണം, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതങ്ങ് വൃത്തിയാക്കി എടുക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് അതിനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷ് ബേസിനുണ്ടല്ലോ, അതും ഇതുപോലെ എന്നും വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ അതൊന്ന് ക്ലീൻ ചെയ്തിടുക. പിന്നെ ഒത്തിരി അഴുക്കൊന്നും കാണില്ല കേട്ടോ, നമ്മളെന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണമുണ്ട്. എന്നാലും ഉപയോഗിച്ചിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാതിരിക്കുമ്പോൾ ഒരു ഇതല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നും ഈ ഡൈനിങ് ടേബിളും നമ്മുടെ വാഷ് ബേസിനെന്നും ഞാൻ ഇതുപോലെ വൃത്തിയാക്കി ഇടുന്നത്. പിന്നെ ബാക്കി തൂക്കലും തുടക്കലൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നീടായിരിക്കും. ഫസ്റ്റ് ഇത് രണ്ടും ഞാൻ ചെയ്തിരുന്നു. അത്യാവശ്യം ഒന്ന് ഇഡ്ഡലി കഴിച്ച വേസ്റ്റൊക്കെ, കടല കഴിച്ച അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് മുമ്പ് ഇത് രണ്ടും ചെയ്ത് എടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൈയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയായതിന് ശേഷം ഞാൻ ഇതാ കിച്ചണിൽ വന്ന് നമ്മുടെ മീൻ ഇതാ അടിപൊളിയായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാവുന്ന സമയത്ത് നമ്മുടെ കുറച്ച് കടച്ചക്ക ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. മസാല തയ്യാറാക്കാനാണ്. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൽ തേങ്ങയൊന്നും അരയ്ക്കേണ്ട, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് പൊട്ടറ്റയിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഇതിപ്പോൾ ചോറിനല്ല ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഇന്ന് മീനും ഇതിൻ്റെ റോസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ കടച്ചക്ക കൊണ്ടുള്ള റോസ്റ്റും അച്ചാറൊക്കെയാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള കറികൾ. അപ്പം ഞാൻ ഇട്ടത് ഗരം മസാലയാണ്. അപ്പം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കറിവേപ്പില ഇതെല്ലാം വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതാ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്കയും സവാളയും ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതാണ്, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വയ്ക്കാം. അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ അതാ വോയിസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഇടിയാണ് കേട്ടോ, ഇവിടെ ഇടി മഴയുടെ ആരംഭമാണ്. അങ്ങനെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ആ മസാല എല്ലാം ഈ നമ്മുടെ കടച്ചക്കയിലൊന്ന് പിടിച്ച് കിട്ടണം, അതിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ കുക്കറിൽ വേവിച്ചില്ലെങ്കിലും അല്ലാതെ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ മസാലയിൽ കൂടെ ചേർത്ത് വേവിക്കാനും കുഴപ്പമില്ല. ഇത് അല്പത്തിൽ വേവുള്ളത് കൊണ്ടാണ് ഞാനിത് കുക്കറിൽ വേവിച്ച് ഇട്ടത്. ഇത് അടിപൊളി കടച്ചക്ക മസാല റെഡിയായി, നമ്മുടെ മീനും റെഡിയായി കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കുള്ള 2 ഐറ്റവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് ഒത്തിരി കറികളൊന്നും വെച്ചില്ല കേട്ടോ, ഇത് മതി അങ്ങനെ. പിന്നെ അതാ പെട്ടെന്ന് ഞാൻ ആ ഗ്യാസ് അടുപ്പൊന്ന് തുടച്ചെടുത്തേട്ടോ. അത് മീൻ കറിയും കുക്കറിൽ വേവിച്ചതിൻ്റെ കുറച്ച് വിസിലൊക്കെ അടിച്ചപ്പോൾ അതിൽ വീണിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ക്യാമറയിൽ കാണാത്തതാണ്. അപ്പോൾ അതൊന്ന് തുടച്ച് മാറ്റിയിട്ട് ഞാൻ ഇതെല്ലാം എടുത്ത് ഒന്ന് വർക്ക് ഏരിയയിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണം, കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വിചാരിച്ച് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാനൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പഴം കിട്ടുമ്പോൾ പഴംപൊരിയല്ലേ ഉണ്ടാക്കണം, അപ്പോൾ അതുണ്ടാക്കാതെ നമ്മളെന്നും ഓയിലി ഫുഡൊന്നും കഴിക്കാതെ ഞാനൊരു 2 പഴം ഇതുപോലെ ഏത്തം പഴമാണ് കേട്ടോ എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഇത് നെയ്യിൽ ഒന്ന് വഴറ്റി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിന്ന് നെയ്യൊന്നും ഉപയോഗിച്ചില്ല, സാധാരണ പെട്ടെന്നൊന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഇപ്പോൾ രാവിലെ ജോലിയെല്ലാം തീർന്നതുകൊണ്ട് ആണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ, സ്നാക്സൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ചിലപ്പോൾ വൈകിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്ന് സമയം കിട്ടിയോണ്ട് ഇപ്പോഴേ ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ അവിടെ ഇരിക്കുമല്ലോ. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ അതാ ഇതുപോലെ 2 ബനാന എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചെറുപഴമാണെങ്കിലും എടുക്കാമെങ്കിൽ അതൊന്ന് മിക്സിയിൽ വേണമെങ്കിൽ അടിച്ചെടുക്കാം. അപ്പോൾ അതിനൊരു പുളിപ്പ് രസമായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ഈ പഴം എടുത്തത്. പിന്നെ ഇതല്പം പഴുത്ത് പോയി, ഇനി ഇതാരും കഴിക്കില്ല, അതുകൊണ്ട് ഞാൻ 2 പഴം എടുത്ത് നല്ലതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് തേങ്ങ ചിരികിയതും പിന്നെ ശർക്കര, നല്ല ഗ്രേറ്റ് ചെയ്ത ശർക്കര. ഇത് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ആ ശർക്കര മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ പഴത്തിന് നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല മധുരം കാണും, എങ്കിൽ കുറച്ച് ശർക്കര മതി. അതും ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സ്പൂണിട്ടല്ല, നല്ല കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പഴത്തിൽ ഈ ശർക്കരയും തേങ്ങയൊക്കെ നല്ല പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്പൂണിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ട് നല്ല ഉടച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും.
ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഇലയിട അപ്പം ഞാൻ കുറച്ച് ഇല നല്ല ഇതേപോലെ വട്ട ഇല ഉണ്ടല്ലോ, പൊരിയണി ഇല എന്നൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ഇലയുടെ പേരല്ലേ, അങ്ങനെ അത് കണ്ടുകൊണ്ടാണ് പിന്നെ നെയ്യായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തിളച്ച വെള്ളത്തിൽ അല്പം ഉപ്പും കൂടെ ഇട്ട് അരിപ്പൊടി ഒന്ന് വേവിച്ചെടുക്കുക. ഇതേപോലെ ശകലം ഉപ്പ് ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അതുകൊണ്ട് അല്പം ഉപ്പും കൂടെ ആ വെള്ളത്തിലിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് എടുത്ത് തണുത്തതിന് ശേഷം ഇതുപോലെ അട രൂപത്തിൽ പരത്തി ഇതിൽ നിന്ന് ഒരു സ്പൂണും കൂടെ എടുത്ത് വെച്ച് മധുരമൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചേർക്കുക. ഞാനിപ്പോൾ ഒത്തിരി മധുരം ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഇഡ്ഡലിക്കുട്ടം പഴയതാണ്. ഇത് ഞാൻ അട ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അങ്ങനെതാ ഇത് വൈകിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇലയുടെയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ചക്ക കിട്ടി, അതൊക്കെ കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അടുത്ത വീഡിയോയിൽ